നമസ്കാരം. നമ്മുടെ ജീവിത പങ്കാളിയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊരു സംഭവം കേട്ട് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ, ഏകദേശം ഒരുവിധപ്പെട്ടല്ല, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ അതൊന്ന് ശ്രമിച്ചു നോക്കും. ഇന്നിപ്പം ജീവിക്കുന്ന പല വ്യക്തികളും ഒന്ന് പുറമോട്ടൊന്ന് പോകാൻ പറ്റുന്നൊരു ടൈം ട്രാവലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പോകാം, വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഈ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു പോസ്റ്റ്, ആ പോസ്റ്റിൻ്റെ തലക്കെട്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ അധികം പഠിപ്പിക്കരുതെന്നല്ല. ഈ പോസ്റ്റ് വായിക്കുന്ന ഒരു വ്യക്തിക്ക്, അത് മനസ്സിരുത്തി വായിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം പെൺകുട്ടികളെ പഠിപ്പിക്കരുതെന്നല്ല ഞാൻ എഴുതിയത്. ഒരു വീട്ടിൽ നടന്ന ഒരു വീട്ടിൽ നടന്നൊരു സംഭവത്തിൽ ആ വ്യക്തി പറഞ്ഞ, ആ വീട്ടിലെ മെയിനായിട്ടുള്ള വ്യക്തി പറഞ്ഞ ഒരു വാചകം മാത്രമാണ് ആ ഒരു സെൻറ്റൻസ്. പക്ഷേ ഈ ഒരു ക്യാപ്ഷൻ കണ്ട് എന്നെ തെറി വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും വായിച്ചിട്ടുള്ളവരും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പൊതുവെ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ചോളം, അല്ല പുരുഷന്മാരെ സംബന്ധിച്ചോളം, അവർക്ക് ദോഷമൊന്നും വരരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടൊന്നും വരാത്ത രീതിയിൽ എന്നാൽ ജീവിതം വേണ്ട, എന്തിനാ ഭാര്യയും ഭർത്താവ് അല്ല കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു ചിന്താഗതി, എന്തിനാ തന്നെ ജീവിച്ചു കൂടായോ, അല്ല ലിവിങ് ടുഗദറിലേക്ക് പോയിക്കൂടായോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചുറ്റുവട്ടമാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പോകുന്നത് കാണുമ്പം ഇവർ ഉള്ളുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും എന്നാൽ പോകാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് കാരണം പോകാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ജീവിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങൾ ജീവിക്കുകയും ചെയ്യരുത് കൂടെ. ഞാനൊരു സംഭവത്തിലേക്ക് പറഞ്ഞു വരികയാണ്. ഇപ്പം എനിക്കറിയുന്നൊരു ഫാമിലി, ഈ ഫാമിലി മിഡിൽ ഈസ്റ്റിലാണ്. അവരവിടെ ഈ കോവിഡൊക്കെ തുടങ്ങുന്നതിന് ഏതാണ്ടൊരു സമയമായപ്പോൾ ഈ ഭാര്യയും ഭർത്താവും മിക്കവാറും വഴക്കൊക്കെ ഉണ്ട്. അപ്പം ഒരു ദിവസം ഈ ഭാര്യ ഭർത്താവിനോട് പിണങ്ങി അവരങ്ങ് നാട്ടിൽ പോകാമെന്നുള്ള ഒറ്റ പോക്കങ്ങ് പോയി. നാട്ടിൽ പോകാമെന്ന് പോയെങ്കിലും ഈ ഭർത്താവുമായിട്ട് വഴക്കൊക്കെ നടക്കുന്ന സമയത്ത് ഈ സ്ത്രീക്ക് നാട്ടിലുള്ള അവരോട് പണ്ട് പഠിച്ച ഒരു പയ്യനോട് ഇടയ്ക്കങ്ങ് ഇഷ്ടത്തിലായി. അപ്പോൾ അങ്ങനെ ഭർത്താവിനോട് വഴക്കുണ്ടാക്കി ഇവരങ്ങ് നാട്ടിൽ കയറിപ്പോയി. ഭർത്താവ് വിചാരിച്ചു ഇവരുടെ വീട്ടിലായിരിക്കും പോയെന്ന് കരുതി. ഇയാൾ വിളിക്കാനൊന്നും പോയില്ല. ഇവൾ നേരെ പോയത് ഈ കാമുവിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ കാമുവിൻ്റെ അടുത്ത് പോയി അവരങ്ങ് അടിച്ചങ്ങ് പൊളിച്ചങ്ങ് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരേതോ റിസോർട്ടിലൊക്കെ പോയി താമസിക്കാൻ തുടങ്ങിയ സമയത്താണ് കോവിഡ് വരുന്നതും ലോക്ക്ഡൗൺ ആയി പോകുന്നതും. അപ്പോൾ വീണ്ടും സന്തോഷമായി, കാരണം പുറത്തെങ്ങും പോകണ്ട, ആരും അന്വേഷിച്ച് വരത്തില്ല, കോവിഡൊക്കെയാണ്, ലോക്ക്ഡൗൺ ആണ്, മുറിക്കകത്ത് തന്നെ കഴിയുകയാണ്. ഈ ഒരു മുറിക്കകത്ത് തന്നെ ഇങ്ങനെ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ സ്വഭാവം അവൾക്കും അവളുടെ സ്വഭാവം അവനും പിടിക്കുന്നില്ല. പണ്ട് കോളേജിൽ പഠിച്ച പോലൊന്നുമല്ല, കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ആ ഒരു ആ ഒരു മൂപ്പ് അങ്ങ് പോയി, അല്ല ആ ഒരു സ്നേഹം അങ്ങ് പോയി. കുറച്ച് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളായി, പല പിരിമുറുക്കങ്ങളായി. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ട് റൂമിലേക്ക് താമസം മാറി.